ഹലോ ഹായ് നമസ്കാരം പബീസ് ഓർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനും സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അച്ഛൻ ഓർമ്മയായിട്ട് 5 വർഷം ആവുകയാണ്. 5 വർഷമെന്ന് പറയുമ്പോൾ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്നെ വിട്ടു പോയിട്ടില്ല എന്ന് എന്നെ വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അച്ഛനെന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയാനും വിശ്വസിക്കാനുമാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഈ ഒരു ദിവസം ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അവിടെ പോയി പൂജയൊക്കെ ചെയ്യണമായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തു, അർച്ചനയൊക്കെ നടത്തിയിട്ടൊക്കെ വന്നു കേട്ടോ. എന്നിട്ട് അച്ഛനായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ചേട്ടൻ ഉരുളയാക്കിയിട്ട് കൊണ്ടുവന്ന് വയ്ക്കാൻ പോവുകയാണ്. കാക്കയുടെ രൂപത്തിലാണല്ലോ വരുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് സത്യം, അത് തന്നെയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും കാരണത്താൽ, ഇപ്പം എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും മാനസികമായിട്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷമം എന്ത് തന്നെ ആയാലും വിഷമിക്കേണ്ട കേട്ടോ, ആ വിഷമത്തിന് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞൊരു സൂചന തരാനായിട്ട് അച്ഛൻ വരാറുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കാക്കയുടെ രൂപത്തിൽ. കാരണം ആ കാക്ക ബലിക്കാക്കയാണ് വരുന്നത് കേട്ടോ. വന്ന വീടിൻ്റെ ഉമ്മറത്ത് വന്നിരുന്ന ഒരു വിളിയുണ്ട്. ആ വിളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ ഇരിക്കുകയാണെങ്കിലും ഞാൻ മുറ്റത്ത് ഇറങ്ങുന്നത് വരെ അച്ഛൻ വിളിച്ചുകൊണ്ടേയിരിക്കും. അത് ഞാൻ ഞാൻ ഓക്കെയാണ് എന്ന് ഞാൻ പറന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു ധൈര്യം ഉണ്ടല്ലോ. അതെങ്ങനെയാണ് എനിക്ക് പ്രിയപ്പെട്ടവരെ പറയേണ്ടത് എനിക്കറിയില്ല. സ്റ്റിൽ 5 വർഷമായിട്ട് ഞാനത് ഫീലാവുന്നൊരു കാര്യമാണ്. കാരണം ആ 5 വർഷമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു നിമിഷം പോലും അച്ഛനെന്ന് പറയുന്ന വ്യക്തിയെ ഓർക്കാതിരുന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ എന്നും ഓർക്കുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നും അതിനുശേഷം 2017 ഞാൻ ഇവിടെ വന്ന് താമസമായപ്പോൾ അച്ഛൻ എനിക്ക് എന്നോടൊപ്പം നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും ഒരു ക്ലീനിങ് സെക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഞാനത് ചെയ്യാനെടുക്കും. എനിക്ക് മുമ്പേ അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് അച്ഛനോട് പറയും, മക്കൾ ചെയ്യണ്ട, അച്ഛൻ ചെയ്തോളാം, മക്കളുടെ കൈ ചീത്തയായി പോവും, അച്ഛൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അത് അച്ഛൻ ഏറ്റെടുത്ത് അച്ഛനത് ചെയ്യുകയും, ഇന്ന് ഞാൻ ആ ഒരു ക്ലീനിങ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അത് ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ അച്ഛനെ മിസ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അച്ഛനുണ്ടായിരുന്നപ്പോൾ ഭയങ്കര ഹെൽപ്പായിരുന്നു. ഇത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എനിക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉടനീളം അച്ഛൻ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഭയങ്കര വലിയൊരു ശക്തിയാണുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ അച്ഛനിങ്ങനെ വരാറുണ്ട്. അതൊരു ഭയങ്കര സത്യമാണ്. ഞാൻ എവിടെ ഇരുന്നാലും ഞാൻ പുറത്തിറങ്ങി വന്ന് ഞാൻ ഓക്കെയാണ് എന്ന് പറയുമ്പോൾ, അത് പറന്നു പോകുമ്പോൾ, അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത് മറ്റുള്ളവർക്ക് അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു വലിയൊരു സത്യമാണ് കേട്ടോ. ഞാൻ എവിടെയോ വായിക്കുക പോലും ചെയ്തു കേട്ടോ. നമുക്ക് നമ്മളെ വിട്ടുപോയവർ, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അടുത്ത് ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നിക്കുന്നവരുടെ അടുത്തേക്ക് പറന്നു വന്ന് നമ്മളെ സമാധാനിപ്പിക്കുന്ന ചില സിമ്പിളുകൾ തരാറുണ്ടെന്ന് പറയാറുണ്ട്. കാര്യം നമ്മളെ കാക്ക വിളിക്കുന്ന ആ ഒരു ശബ്ദത്തിന് തന്നെ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ചിലർ ഭയങ്കര നിർത്തോതെ കരയുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുന്നതിൻ്റെ സൂചനയാണെന്നും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ അനുഭവം എനിക്കെപ്പോഴും ഒരു സത്യം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അച്ഛനെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് അച്ഛൻ്റെ വാഹനം എന്ന് പറയുന്ന സൈക്കിളാണ് കേട്ടോ. സൈക്കിളിൽ ഇരുത്തിയിട്ടാണ് അച്ഛൻ എന്നെ അത് തന്നെ ചേച്ചി എന്നെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ 1 തൊട്ട് 4 വരെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ പാളയത്ത് സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് ഞാനും ചേച്ചിയൊക്കെ പഠിച്ചിരുന്നത്. അപ്പം ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സമയത്തൊക്കെ അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ 7:30 വരും കേട്ടോ. 7:30 വന്ന് കഴിഞ്ഞിട്ടാണ് അച്ഛൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അച്ഛൻ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, മണിക്കുട്ടിയേ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോഴാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. അച്ഛൻ പറഞ്ഞവരെ ഞാൻ ഉറങ്ങും, അമ്മ വിളിക്കില്ല. കാരണം ഞാൻ ഭയങ്കര കരച്ചിലായിരിക്കും ഉറക്കത്തിൽ നിന്ന് എണീക്കാനായിട്ട്. അപ്പോൾ അച്ഛൻ വന്ന് വിളിക്കും, ഞാൻ ചാടി എഴുന്നേൽക്കും. അച്ഛനാണ് പല്ല് തേച്ച് തരുന്നതും. സ്കൂളിൽ ഞങ്ങൾ കൊണ്ടുപോകുന്ന പെട്ടിയാണ് കേട്ടോ. അന്നൊക്കെ പെട്ടിയുണ്ടല്ലോ, ആ പെട്ടിയിലാണ് ബുക്കൊക്കെ വെച്ച് കൊണ്ടുപോകുന്നത്. അച്ഛൻ്റെ കൂടെ സൈക്കിളിൽ ഇരുന്ന്. അപ്പോൾ അച്ഛൻ പറയും, കുരുത്തക്കേട് കാണിക്കരുത് കേട്ടോ, പെട്ടി സൂക്ഷിച്ചോണേ, പുസ്തകം കീറരുത്, ഭക്ഷണം കഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അമ്മയുടെ നിന്ന് അടി കിട്ടുകയോ എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. തിരിച്ചും ചിലപ്പോഴൊക്കെ അച്ഛൻ തന്നെയാണ് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടൊക്കെ വരുന്നത്. അതുപോലെ ഞാൻ ഇച്ചിരി കുറുമ്പുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ
അപ്പോൾ ഞാനിടുന്ന സ്ലിപ്പറൊക്കെ ഭയങ്കര അധികം ചെളിയാക്കിക്കൊണ്ടൊക്കെ വരുമ്പോൾ അച്ഛൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി പുതിയതാക്കിയൊക്കെ തരും. എന്നിട്ട് അച്ഛൻ പറയും ചെളിയിലൊന്നും പോകരുത് കേട്ടോ, ചെളിയാക്കരുത് കേട്ടോ ചെരുപ്പിൽ എന്നൊക്കെ പറയും. പക്ഷേ അച്ഛനറിയാം പറയുന്ന നേരത്തെ ഉള്ളൂ, ഞാനല്ലേ മോള്, കളിക്കാൻ വേണ്ടി പോയാൽ ചെടിയെല്ലാം എന്ത് വേണമെങ്കിലും ആക്കും. അങ്ങനെ ഒരു കുറുമ്പിയായിരുന്നു. പക്ഷേ ആ കുറുമ്പത്തരമൊക്കെ അച്ഛന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അച്ഛന് ഇഷ്ടമായിരുന്നു. കാരണം അച്ഛനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ സ്ട്രിക്റ്റ് മൊത്തം ചേച്ചിയിലാണ് അച്ഛൻ കാണുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു സ്ട്രിക്റ്റ് കൊണ്ട് ചേച്ചി വളരെ സൈലൻ്റായി പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ ഒരു ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അളിയ ഇങ്ങനെ സ്ട്രിക്റ്റ് ആവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ട്രിക്റ്റ് എൻ്റെ അടുത്ത് അച്ഛൻ സ്ട്രിക്റ്റ് കാണിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വഷളായി എന്ന് എന്നെ പറയാം കേട്ടോ. അച്ഛൻ ഒന്നിനും നോ എന്ന് പറയില്ല, ആ ചെയ്തു പോട്ടെ എന്ന് പറയും. പിന്നെ ഞാൻ അന്ന് കുട്ടിക്കാലത്ത് ഇരുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ മെലിഞ്ഞ് ആര് കണ്ടാലും ദയനീയത തോന്നിക്കുന്ന ഒരു രൂപമാണ് എനിക്ക്. അതുകൊണ്ട് അച്ഛന് അടിക്കാൻ തോന്നില്ല. കാരണം അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയില്ലേ, നമ്മുടെ ബോഡി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കൂലേ, അതിൻ്റെ ആവശ്യമൊന്നും എന്നെ സംബന്ധിച്ച് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ശരീരഭാഗങ്ങൾ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അച്ഛനെ അടിക്കാൻ എൻ്റെ ശരീരം വേണ്ടേ, ഒരു കമ്പൗണ്ട് ശരീരത്തിൽ അടിച്ചാൽ അവിടെ പാട് വീഴും. അവിടെ അച്ഛൻ ദേഷ്യപ്പെടുക, കണ്ണുരുട്ടുക, ചിലപ്പോഴെങ്ങാനും അച്ഛൻ സഹി ഇടുകയാണെങ്കിൽ ഒരടി കിട്ടും. അത് മിക്കവാറും ഞാൻ കട്ടിലിൽ കിടന്ന് ചാടുകയോ മറ്റു ചെയ്യുമ്പോൾ ഷീറ്റ് അങ്ങനെ ചുളുങ്ങിയൊക്കെ കിടക്കുകയാണെങ്കിലാണ് അച്ഛൻ ദേഷ്യം വരുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ അച്ഛൻ്റെ നടി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കും. കാരണം അച്ഛൻ്റെ നടി കിട്ടി അച്ഛൻ ഇതുപോലൊരു സങ്കടമില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ എനിക്കിഷ്ടമാണ് കപ്പലണ്ടി മുട്ടായി. അച്ഛൻ ഇങ്ങനെ നന്ദാവനം ക്യാമ്പിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറിൽ കപ്പലണ്ടി മുട്ടായി ഇങ്ങനെ പൊതിഞ്ഞ് ചണം കൊണ്ടാണ് കേട്ടോ, അതിങ്ങനെ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മകൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന അച്ഛനെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പാദസ്വരം ഒന്ന് കറുത്തു പോയ അച്ഛന് ഭയങ്കര ടെൻഷനാണ്. അതുപോലെ സെക്രട്ടേറിയറ്റ് വഴി അച്ഛനിങ്ങനെ അച്ഛൻ്റെ ക്യാമ്പ് കഴിഞ്ഞ് അച്ഛൻ ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ സ്റ്റാച്യൂവിലെ ബൂട്ട്സ് ബാറ്റ ഷോപ്പുണ്ട്, അവിടെയൊക്കെ നല്ല ഓപ്പൺ ഷൂ മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അച്ഛനെ നോക്കി വെച്ചേക്കും. സാലറി കിട്ടുമ്പോൾ അച്ഛൻ എനിക്ക് വാങ്ങിത്തരാറുണ്ട് കേട്ടോ. അത് എന്ത് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളും എനിക്ക് വാങ്ങിത്തന്ന് എന്നെ ഇട്ട് കാണാൻ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും തിരിച്ചും അങ്ങനെ തന്നെയാണ്. അച്ഛന് ഞാൻ ജുബ്ബ, ജീൻസ് പാൻറ്റ്, ഷർട്ട്, ബനിയൻ ഇതൊക്കെ അച്ഛന് ഇഷ്ടമാണ്. അതൊക്കെ ഞാനും വാങ്ങിച്ചിട്ട് കൊടുത്ത് ഞാനും അച്ഛനതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ അച്ഛനുണ്ടായിരുന്നെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ എനിക്കത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു തരാനൊക്കെ പറ്റുമായിരുന്നു. അച്ഛൻ നല്ല ഒരു കഴിവുള്ള ഒരാളാണ്. ശരിക്കും പലർക്കും അത് അറിയത്തില്ല കേട്ടോ. അച്ഛൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അത്ര വലുതായിട്ടൊന്നും അറിയില്ല. അച്ഛന് ഒത്തിരി ദേഷ്യമുണ്ട് എന്നല്ലാതെ അച്ഛൻ ഒരുപാട് കഴിവുകളുള്ളത് ആർക്കും അറിയില്ല. അച്ഛൻ്റെ ചരിത്രം നന്നായിട്ട് അറിയാം. അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചരിത്രം എനിക്കിഷ്ടമാണ്. ചരിത്രം, ഹിസ്റ്ററിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അച്ഛൻ നന്നായിട്ട് അറിയാം. അപ്പം ഓർമ്മയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു അച്ഛൻ, ആ അച്ഛൻ്റെ മകളായി ജനിച്ചു എന്നതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനുള്ളിടത്തോളം കാലം എൻ്റെ അച്ഛൻ എന്നും നിറഞ്ഞു നിൽക്കും, ജീവനോടെ ഉണ്ട് എൻ്റെ മനസ്സിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, വാക്കുകളില്ല എൻ്റെ അച്ഛനെക്കുറിച്ച് പറയാനായിട്ട്. അച്ഛൻ്റെ മകളായി ജീവിച്ചു, അത് തന്നെയാണ് എനിക്ക് ഏറ്റവും. അച്ഛൻ്റെ അമ്മയുടെയും മകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അച്ഛൻ എന്നോട് കാണിച്ച ഒരുപാട് കെയറിങ് ഉണ്ട്. അതാണ് എന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് എനിക്ക് അച്ഛനെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഫീലാവാൻ കഴിയുന്നുണ്ട്. എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. അതുപോലെ തന്നെ അച്ഛനും പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ ദേഷ്യം വരുന്ന നേരത്തെ ടപ്പയെ പറഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് സോഫ്റ്റും ആവും. അതെന്നെ അച്ഛനും. അപ്പം അച്ഛൻ ഇടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ സ്വഭാവമാണ് എൻ്റെ മോക്കെന്ന് പറയാറുണ്ട്. അതുകൊണ്ടായിരിക്കും കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതൽ അച്ഛൻ്റെ മകൾ എന്ന് പറയുന്നത് കേട്ടോ. എന്താ പറയുക, ബബിത എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരുപാട് സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അച്ഛന് കുറേ ഐഡിയാസ് ഉണ്ട് കേട്ടോ. ക്ലീനിങ് ഒക്കെ അച്ഛൻ തൊട്ട് കഴിഞ്ഞാൽ വീട് സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ചെറുതേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അച്ഛൻ്റെ കുറച്ച് കഴിവുകളെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അച്ഛാ, ഒരുപാട് മിസ് ചെയ്യുന്നു. എന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം എൻ്റെ അച്ഛൻ എൻ്റെ ജീവൻ തന്നെയാണ്. ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പപ്പീസ് ഓർബിറ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ നല്ല വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവരോടും സ്നേഹത്തോടു കൂടി ബൈ.